എല്ലാവർക്കും നമസ്കാരം. ചില സൂപ്പർ നാച്ചുറൽ സ്റ്റോറീസ് കേൾക്കുമ്പോൾ ഇവയൊക്കെ യാഥാർത്ഥ്യമാണോ അതോ കേവലം കെട്ടുകഥകൾ മാത്രമാണോ എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലെ. എന്നാൽ ഇവയിൽ ചില സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടന്നതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം ഉടലെടുക്കുന്നു. അത്തരത്തിലുള്ള ഒരു പാവയുടെ കഥയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കേവലം ഒരു കളിപ്പാവ, എന്നാൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജീവൻ തുടിക്കുന്നതായി കാണാം. പറഞ്ഞു വരുന്നത് ഓക്കിക്കു എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹോണ്ടഡ് ഡോളിന്റെ കഥയെ പറ്റിയിട്ടാണ്. വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക്. കഥ ആരംഭിക്കുന്നത് 1920-കളിൽ നിന്നാണ്. അക്കാലത്ത് ജപ്പാനിലെ ഹൊക്കൈഡോയിൽ താമസിച്ചിരുന്ന 17 വയസ്സുകാരനായ എയ്കിച്ചി സുസുക്കി എന്ന യുവാവ് സപ്പാറോ നഗരത്തിലെ ഒരു മാർക്കറ്റിൽ നിന്ന് 40 സെന്റിമീറ്റർ ഉയരം വരുന്ന ഒരു പാവക്കുട്ടിയെ തന്റെ സഹോദരിയായ ഓക്കിക്കുവിന് സമ്മാനമായി നൽകുന്നതിനായിട്ട് മേടിക്കുകയാണ്. മിനുസമുള്ള മുഖവും ചുവന്ന ചുണ്ടുകളും വലിയ കരിങ്കണ്ണുകളുമുള്ള ഒരു കിമോണോ പാവയായിരുന്നു അത്. എയ്കിച്ചി തന്റെ സഹോദരിയായിട്ടുള്ള ഓക്കിക്കുവിന് ആ ഒരു പാവക്കുട്ടിയെ സമ്മാനമായിട്ട് നൽകുകയാണ്. അന്നു മുതൽ അവൾ പോകുന്നിടത്തെല്ലാം ആ ഒരു പാവക്കുട്ടിയെയും അവൾ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. താൻ ഉറങ്ങുമ്പോൾ പോലും ആ ഒരു പാവക്കുട്ടിയുടെ സാന്നിധ്യം അവൾക്ക് ആവശ്യമായിരുന്നു. തന്റെ സ്വന്തം അനുജത്തി എന്ന നിലയിലായിരുന്നു ആ ഒരു പെൺകുട്ടി ആ ഒരു പാവക്കുട്ടിയെ പരിചരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1931-ൽ 3 വയസ്സുകാരിയായ ഓക്കിക്കുവിന് വിട്ടുമാറാത്ത ഒരു പനി ഉണ്ടാവുകയാണ്. ആ ഒരു കാലഘട്ടമായിരുന്നത് കൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഓക്കിക്കു മരണത്തിന് കീഴടങ്ങുകയാണ്. ഓക്കിക്കു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ മരണം അവരുടെ കുടുംബത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തുകയാണ്. പിന്നീട് ഈ ഒരു പെൺകുട്ടി ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന തന്റെ പാവക്കുട്ടിയെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് അവർ വീട്ടിൽ സംരക്ഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ഒരു പാവക്കുട്ടിയിൽ വിചിത്രമായിട്ട് ഒരു സംഭവം നടക്കുന്നത് വീട്ടിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ ഒരു പാവക്കുട്ടിയുടെ തലയിൽ ഉണ്ടായിരുന്ന മുടി ഓരോ ദിവസങ്ങൾ കഴിയും തോറും വളർന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് കേവലം ഒരു സാങ്കല്പികത മാത്രമായിരിക്കാം എന്നായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയെ മുടി നല്ല രീതിയിൽ തന്നെ വളരാൻ ആരംഭിച്ചു. ഒരു മനുഷ്യന്റെ മുടി പോലെ തന്നെ കറുത്തതും തിളങ്ങുന്നതുമായിട്ടുള്ള ഒരു മുടിയായിരുന്നു ആ ഒരു പാവക്കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ തന്നെ ആ ഒരു പാവക്കുട്ടിയില് അവർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാവക്കുട്ടിയുടെ കണ്ണിന്റെ അരികത്തായിട്ട് കണ്ണുനീർ തുള്ളികൾ വീഴുന്നതായിട്ടും അവർക്ക് കാണാനായിട്ട് ഇടയായി. ഇതോടുകൂടി ആ ഒരു പാവക്കുട്ടിയുടെ ഉള്ളിൽ തന്റെ കുഞ്ഞിന്റെ ആത്മാവാണെന്ന് അവർ സ്ഥിരീകരിക്കുകയാണ്. ഇതോടുകൂടി ആ ഒരു പാവക്കുട്ടിയെ ഒരു വിശുദ്ധ വസ്തുവായി കാണുകയും ദിവസേന ആ ഒരു പാവക്കുട്ടിയുടെ മുൻപിൽ പ്രാർത്ഥിക്കാനും ആരംഭിക്കുകയാണ്. കാലക്രമേണ ഈ ഒരു കഥ ഗ്രാമത്തിലുടനീളം പടരാൻ ആരംഭിച്ചു. ഇതിനാൽ തന്നെ ഈ ഒരു പാവക്കുട്ടിയെ കാണുന്നതിനായിട്ട് ഒരുപാട് ആളുകൾ അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പാവക്കുട്ടിയെ കാണാൻ വന്ന ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ചിലർക്ക് ആ ഒരു പാവക്കുട്ടിയുടെ കണ്ണുകൾ ചലിക്കുന്നതായും ചിലരെ ഈ ഒരു പാവക്കുട്ടി പിന്തുടരുന്നതായിട്ടും അനുഭവപ്പെട്ടു. ഭക്തിയും ഭയവും ചേർന്ന ഈ ഒരു വിചിത്രമായിട്ടുള്ള അന്തരീക്ഷം കാരണം ആ ഒരു കുടുംബം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഈ ഒരു പാവക്കുട്ടിയെ ബെന്നഞ്ചി എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിസ്റ്റ് ക്ഷേത്രത്തിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട്. അവിടെയുള്ള പുരോഹിതർ ആദ്യം ഈ കഥകളൊന്നും വിശ്വസിച്ചില്ല എങ്കിലും ദിവസങ്ങൾ കഴിയെ പാവക്കുട്ടിയുടെ മുടി വളരുന്നത് കണ്ടപ്പോൾ അവരും ആശ്ചര്യത്തിലാവുകയാണ്. ഇന്നും ആ ഒരു പാവക്കുട്ടിയുടെ മുടി ഇടയ്ക്കിടയ്ക്ക് അവർ മുറിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 1990-ൽ മുടി വളരുന്നതിന്റെ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാര് ചേർന്നിട്ട് ഈ ഒരു പാവക്കുട്ടിയുടെ മുടിയുടെ സാമ്പിൾ എടുത്തിട്ട് പരിശോധിക്കുകയാണ്. പരിശോധനയിൽ അത് 100% മനുഷ്യന്റെ മുടി തന്നെയാണെന്ന് അവർക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. എന്നാൽ എങ്ങനെയാണ് ഈ മുടി വളരുന്നതെന്നോ ഇതിന് പിന്നിലെ കാരണം എന്താണെന്നോ ഇന്നേ വരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓക്കിക്കു എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പാവ ഇന്നും ആ ക്ഷേത്രത്തിനുള്ളിൽ ചില്ലുകൂടിനുള്ളിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കിക്കു എന്ന് പറയുന്ന ഈ ഒരു പാവക്കുട്ടിയുടെ മുടി ഓരോ തവണയും 25 സെന്റിമീറ്ററോളം വളരാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അകലിൽ നിന്ന് നോക്കുമ്പോൾ സങ്കടം നിറഞ്ഞ തിളങ്ങുന്ന കണ്ണുകൾ കാണാൻ കഴിയുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ഓക്കിക്കു ഇന്നും ഒരു നിഗൂഢതയായി അവശേഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഓക്കിക്കു എന്ന പെൺകുട്ടിയുടെ ആത്മാവ് ആ ഒരു പാവക്കുട്ടിക്കുള്ളിൽ കുടിയിരിക്കുന്നുണ്ടോ, അതോ ഇവയൊക്കെ മനുഷ്യന്റെ കേവലം ഭ്രമങ്ങൾ മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. See you on the next chapter. Until then, it's me, Jaswin from Secret Book, signing off.